പശ്ചിമബംഗാളിലെ സന്ദേശഖാലിയിലെ വിവിധ സ്ഥലങ്ങളിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനെതിരെയുള്ള ഭൂമി കയ്യേറ്റം, കള്ളപ്പണ ഇടപാട് കേസുകളിലാണ് നടപടി. അതേസമയം ഷാജഹാന്റെ CBI കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, EDയുടെ റെയ്ഡ് സന്ദേശഖാലിയിൽ ഇപ്പോഴും തുടരുകയാണോ? ഇന്ന് പുലർച്ചെ മുതലാണ് പശ്ചിമബംഗാളിൽ സന്ദേശഖാലിയിലും സമീപ പ്രദേശങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടരുന്നത്. ഷെയ്ഖ് ഷാജഹാന്റെ വസതിയൊപ്പം ഇയാളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഇയാളുടെ അനുയായികളുടെ വീടുകൾ എന്നിവിടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടത്തുന്നത്. ഈ കേസ് ഷെയ്ഖ് ഷാജഹാൻ നടത്തിയിട്ടുള്ള ഭൂമി കയ്യേറ്റം, ഒപ്പം ഭൂമി കയ്യേറ്റത്തിന്റെയും അവിടെ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെയും മറവിലുണ്ടായിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ, അനധികൃത പണമിടപാടുകൾ എന്നിവ സംബന്ധിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള ബാങ്ക് രേഖകൾ, ഒപ്പം ഈ കൈമാറ്റം ചെയ്തിട്ടുള്ള പണം, അതായത് ബാങ്കുകളോ അല്ലെങ്കിൽ രേഖകളില്ലാതെ നടത്തിയിട്ടുള്ള പണമിടപാട് എന്നിവ സംബന്ധിച്ചും വിശദമായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് മുൻപോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും പരിശോധന തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ മുതലാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സന്ദേശഖാലിയിലും സമീപ മേഖലകളിലും ഷെയ്ഖ് ഷാജഹാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിയാണ് ഈ ഒരു വലിയ കുറ്റകൃത്യങ്ങളുടെ ചുരുളഴിക്കാൻ തന്നെ സന്ദേശഖാലിയിൽ സാധിച്ചിട്ടുള്ളത്. അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ റേഷൻ അഴിമതി കേസിൽ ഷെയ്ഖ് ഷാജഹാനെതിരെ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാവുകയും റെയ്ഡിന് മുതിരുകയും ചെയ്തതോടുകൂടിയായിരുന്നു ഷെയ്ഖ് ഷാജഹാൻ നടത്തിയിട്ടുള്ള അനധികൃത ഭൂമി കയ്യേറ്റം, കള്ളപ്പണ ഇടപാടുകൾ, കുറ്റകൃത്യങ്ങൾ എന്നിവ സംബന്ധിച്ച് തുറന്നു പറയാൻ സന്ദേശഖാലിയിലെ ജനങ്ങൾ തയ്യാറായതും പരാതി നൽകാൻ തയ്യാറായതും. നിലവിൽ നിരവധി പരാതികൾ, കൊലപാതക ശ്രമക്കുറ്റം ഉൾപ്പെടെയുള്ള നിരവധി ഗുരുതരമായ വകുപ്പുകളാണ് ഷെയ്ഖ് ഷാജഹാനെതിരെയുള്ളത്. നിലവിൽ CBI കസ്റ്റഡിയിൽ തുടരുന്ന ഷെയ്ഖ് ഷാജഹാനെ കഴിഞ്ഞ ദിവസങ്ങളിൽ CBI സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ സെക്ഷൻ 307 പ്രകാരം കൊലപാതക ശ്രമക്കുറ്റം വരെ ചുമത്തിക്കൊണ്ട് 3 FIRകൾ CBI രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് CBI കസ്റ്റഡി, ഷെയ്ഖ് ഷാജഹാന്റെ CBI കസ്റ്റഡി അവസാനിക്കുകയാണ്. ഇന്ന് ബരാസാത്തിലെ കോടതിയിൽ ഷെയ്ഖ് ഷാജഹാനെ ഹാജരാക്കും. ഇന്ന് വീണ്ടും കസ്റ്റഡി നീട്ടി നൽകാനുള്ള ഒരു അപേക്ഷ CBI നൽകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കാരണം നേരത്തെ 4 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം ഈ മാസം 10-ന് ഷെയ്ഖ് ഷാജഹാന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ ബരാസാത്തിലെ കോടതിയിൽ ഹാജരാക്കുകയും കസ്റ്റഡി വീണ്ടും നീട്ടി നൽകണം എന്ന അപേക്ഷ. ഇവിടെ ഷെയ്ഖ് ഷാജഹാനെയും സംഘത്തിനെയും എല്ലാവിധത്തിലുള്ള സഹായങ്ങളുമാണ് ഈ മമതാ സർക്കാർ നൽകുന്നത്. അവിടെ സന്ദേശഖാലിയിൽ ആർക്കും പ്രവേശിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പോലീസിനെ വിന്യസിച്ച ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളും ഉയർന്നൊരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ സന്ദേശഖാലിയിലെ സാഹചര്യം കൃത്യമായ രീതിയിൽ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും ഇടപെടലുകളുടെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോഴും കൃത്യമായ രീതിയിൽ CBIയുടെ ഇടപെടലുണ്ടാകുന്നു, EDയുടെ ഇടപെടലുണ്ടാകുന്നു. ഇതൊക്കെയും മമതാ സർക്കാരിനെ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? തീർച്ചയായും ഈ സന്ദേശഖാലിയിലെ മേഖലയിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള രോക്ഷമാണ് മമതാ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. കാരണം നേരത്തെ ഇപ്പോൾ അവിടുത്തെ പ്രതിഷേധങ്ങളുടെ ചൂട് കുറഞ്ഞു. കാരണം ഇതിൽ CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുകയും CRPFന്റെ സുരക്ഷ സന്ദേശഖാലി മേഖലയിൽ ഉറപ്പാക്കുകയും ചെയ്തതോടുകൂടിയാണ് നേരത്തെ സന്ദേശഖാലിക്ക് പുറത്ത് സുന്ദർബൻ മേഖലയുടെ കവാട മേഖലയിൽ ഈ സന്ദേശഖാലിയിലെ അമ്മമാരും സഹോദരിമാരും ആരംഭിച്ചിരുന്ന വലിയ പ്രതിഷേധത്തിന് ഇപ്പോൾ ചെറിയൊരു അയവ് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ KP സൂചിപ്പിച്ചതുപോലെ വലിയ രോക്ഷം മമതാ സർക്കാരിനെതിരെ സന്ദേശഖാലിയിലെ ജനങ്ങൾ ഉയർത്തുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഇത്രയും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ സന്ദേശഖാലിയിൽ നടന്നിട്ടും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ മമതാ സർക്കാരിന്റെ പോലീസ് തയ്യാറായിരുന്നില്ല. വിഷയങ്ങൾ ഷെയ്ഖ് ഷാജഹാനുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനായിരുന്നു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്ന ജനങ്ങളോട് അവിടുത്തെ പോലീസുകാർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സന്ദേശഖാലിയിലെ അമ്മമാരുമായും സഹോദരിമാരുമായും അവിടുത്തെ ജനങ്ങളുമായും സംസാരിച്ചിരുന്നു. അവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് പോലെയാണ് സന്ദേശഖാലിയിലെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത് എന്ന വസ്തുതയാണ് അവരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പിന്നീട് നടന്നിട്ടുള്ള ചൂടേറിയ പ്രക്ഷോഭത്തിന്റെയും ഈ വലിയ സമ്മർദ്ദം മമതാ സർക്കാരിന് മുൻപിൽ വന്നതോടുകൂടിയുമായിരുന്നു ഒരു ആക്ഷൻ എടുക്കാൻ പോലീസ് തയ്യാറായിട്ടുള്ളത്. എങ്കിൽ പോലും നമുക്ക് മുൻപിലുണ്ട് എത്രത്തോളം ദിവസം ഈ കൊടും കുറ്റവാളി പോലീസിന്റെ കണ്ണുവെച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത വിധം ഭരണത്തിന്റെ തണലിൽ കഴിഞ്ഞു എന്നുള്ളത്. അവസാനം കോടതി പോലും ചോദ്യമുയർത്തോടു കൂടിയാണ് ഇപ്പോൾ ഷെയ്ഖ് ഷാജഹാൻ നിയമത്തിന്റെ പിടിയിലായിട്ടുള്ളത്. ഏതായാലും CBI
കഴിഞ്ഞ 8 ദിവസത്തോളമായി ഷാജഹാനെ ചോദ്യം ചെയ്തു വരികയാണ്. സ്ത്രീ പീഡനം, ഒപ്പം ബലാത്സംഗം, കൊലപാതക കുറ്റശ്രമം, അനധികൃതമായി ഭൂമി കയ്യേറൽ, കള്ളപ്പണ ഇടപാടുകൾ തുടങ്ങിയ വിഷയങ്ങളാണ് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒപ്പം സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും ഷെയ്ഖ് ഷാജഹാനെതിരെ അന്വേഷിക്കുന്നത്. KP. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.